എന്നെ തൊട്ടാൻ ഞാൻ ഇതുകൊണ്ട് തലക്കടിക്കും. ഞാനെന്തിനാ ഇയാളെ തൊടുന്നത്? ഒരു കുറ്റം ചെയ്യാത്ത എന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോകാൻ വന്നതാണല്ലേ? ചുണയുണ്ടെങ്കിൽ ആ ദ്രോഹിയെ പോയി പിടിക്കേ. ആരുടെ കാര്യമാണ് നീ പറയുന്നത്? വേവിച്ച മുതലാളിയുടെ കാര്യം. എന്റെ കൊച്ചെ, ഞാൻ നിന്നെ പിടിക്കാനൊന്നും വന്നതല്ല, ഇവിടെ ഒളിച്ചിരിക്കാൻ കയറിയതാ. കള്ളം. നിങ്ങൾ പോലീസല്ലേ? പോലീസ് എന്തിനാ ഒളിച്ചിരിക്കുന്നത്? പോലീസുകാരനും മനുഷ്യനാ, അവനും ജീവനിൽ കൊതിയുണ്ട്. ഗതി കെട്ടാൽ അവനും ഓടും, ഒളിക്കും. ഒരു കള്ളനും ഒരു ഭീമനും കൂടെ എന്റെ പറയാൻ വരുന്നുണ്ട്, എന്നെ കൊല്ലാൻ. അവൻ ഈ ഭാഗത്ത് എവിടെയെങ്കിലും കാണും. ഇന്ന് നമ്മൾ അവന്റെ കാല് തല്ലി ഓടിച്ചില്ലെങ്കിൽ നാളെ അവനൊരു പടയുമായി വന്ന് നമ്മുടെ കഥ കഴിക്കും. ഞാൻ ഇതിലേ പോയി നോക്കാം. ഇത് പട്ടി ചന്തയ്ക്ക് പോയതുപോലെയായി. ഇനി അങ്ങോട്ടാ പോവാ? ബസ് കയറി കണ്ടെന്നല്ലേ നളിനം പറഞ്ഞ്. വാസുവിന്റെ കൂടെ കൊല്ലം നാണുണ്ട്. മിക്കവാറും പ്രഭാകരന്റെ മയ്യത്തെ നമുക്ക് കിട്ടുള്ളൂ. നിന്റെ തിരുവാതിര കൊണ്ടൊന്നും മൊഴിയാതെ. തിരുവാതിരയല്ല, സംക്രാന്തി. ഒന്നും ഉണ്ടായിട്ടോ. സാറ് ശരിക്കും പോലീസ് തന്നെയാണോ? അതെ, പ്രഭാകരൻ എന്നാണ് എന്റെ പേര്. ഇയാളുടെ പേരെന്താ? ഇന്ദു. എന്തിനാ ഇവിടെ വന്നത്? ബേബിച്ച മുതലാളിയുടെ ആളുകളെ പേടിച്ച്. ബേബിച്ച മുതലാളിയോ? വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ, പിന്നെ ചിറ്റപ്പൻ. ചിറ്റപ്പനോ? അതെ, രണ്ടാനച്ഛൻ. ഓഹോ, അപ്പൊ അമ്മ പെശകല്ലേ? അയ്യോ അല്ല, എന്റെ അമ്മ ഗതിയില്ലാതെ വന്നപ്പോ അങ്ങനെ അങ്ങ് ആയിപ്പോയതാ. ഇന്ദുവിന് കൂടപ്പറപ്പുകൾ ആരുമില്ലേ? ഒരു ചേട്ടനുണ്ട്. 12-ാം വയസ്സിൽ കറിക്കത്തി കൊണ്ട് ചിറ്റപ്പനെ വെട്ടി ഓടിപ്പോയതാ. പിന്നെ സർവത്ര പിഴയായി, ചത്തുപോയതിന് സമം. ചേട്ടന്റെ കാര്യം ഓർത്താണോ കരയുന്നത്? ആങ്ങളെ ചൊവ്വായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ ഗതി വരുമായിരുന്നു. സാറ് പോലീസല്ലേ, എന്നെ രക്ഷിക്കാമോ? ഞാനോ? ഞാനെങ്ങനെ രക്ഷിക്കാനാ? എനിക്ക് എന്റെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല. ചിറ്റപ്പൻ അമ്മയെ അടിച്ച് ചതച്ചിട്ട് അവിടെ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. ഒറ്റയ്ക്ക് നടന്ന ആ ബേബിച്ചിന്റെ ആൾക്കാർ എന്നെ പിടിച്ചോണ്ട് പോവും. എന്തിന്? നീ അയാളോട് എന്ത് തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്യാൻ സമ്മതിക്കാത്തോണ്ടാ അയാൾക്ക് എന്നോട് ദേഷ്യം. നടന്ന എന്താണെന്ന് വെച്ചാ നീ തുറന്നു പറ. എന്ത് ചെയ്യണമെന്ന് നമുക്ക് പിന്നീട് ആലോചിക്കാം. ആ കാലമാടം വന്നു. എനിക്ക് പേടിയാ, ഞാൻ പോണില്ല. നീ ഇതുവരെ ഒരിക്കലേടി പോയി സാരി എടുത്തു നോക്ക്. അവൾക്ക് അവിടെ വരാൻ ഇഷ്ടമല്ല. ആ ബേബിച്ചിന്റെ സ്വഭാവം ചീത്തയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത്രയും കാലം നിന്നെ നിന്റെ മകളെ തീറ്റിപ്പോറ്റി എന്നെ നിനക്ക് വിശ്വാസമില്ല. നന്ദി കെട്ട വർഗം. എടി, ഞാൻ എത്ര കാല് പിടിച്ചിട്ടാണെന്ന് അറിയാവോ അയാൾ ജോലി വിടാൻ സംഭവിച്ചത്? ചൂലേ, മാസം 1000 രൂപ. എടി, പോയി സാരി കൊടുക്ക്. എന്റെ തനി സ്വരൂപം കാണണ്ട എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡി ആയിക്കോ. ഞാൻ കാറിലിരിക്കും. 5 മിനിറ്റിനുള്ളിൽ വന്നേക്കണം. മോളെ, എതിർത്ത് നിൽക്കാനുള്ള ശേഷി നമുക്കില്ല. ഈ ദ്രോഹി എന്റെ മുമ്പിൽ വെച്ച് നിന്നെ നശിപ്പിക്കാനും മടിക്കില്ല. എന്റെ മക്കൾ ഒന്ന് പോയി നോക്ക്. നീ സൂക്ഷിച്ചു നിന്നാ മതി. ഇവളാണോടാ നിന്റെ കീപ്പിന്റെ മോള്? അമ്മേ, തള്ള എന്റെ കിട്ടുമ്പോ ഈ പെണ്ണിന് 1.5 വയസ്സാ പ്രായം. ഓ, നീ ടൈപ്പ് പഠിച്ചിട്ടുണ്ടല്ലേ? ലോവർ ജയിച്ചു. തൽക്കാലം അത് മതി. അയറിന് ഞാൻ പഠിപ്പിക്കാം. ആദ്യം ഇവിടെ തന്നെ തുടങ്ങണം എന്നുള്ളത് എന്റെ വലിയ മോഹമായിരുന്നു. എന്നാ നീ അപ്പുറത്തേക്ക് ചെല്ല്. ഞാൻ വിളിക്കുമ്പോ വന്നാ മതി. ഇവളോട് ഞാൻ സൗകര്യമായിട്ട് കുറച്ച് സംസാരിക്കട്ടെ. പിടിക്കണ അവളെ. വീട്ടിലെ സ്ഥിതി ഓർക്കാൻ കൂടി വയ്യ. അമ്മയെ അയാൾ കൊന്നു കാണുമോ എന്ന പേടി. പറയൂ, എന്നെ രക്ഷിക്കാമോ? ഞാൻ
എന്ത് വിചാരിച്ചാ നീ എന്റെ പിന്നാലെ എങ്ങനെ വരുന്നത്? എനിക്ക് എന്നും ഓടാനേ സമയമുള്ളൂ. ഇപ്പൊ കള്ളന്മാർ ഓടിക്കുന്നു, അല്ലാത്തപ്പോ ബന്ധുക്കളും. ഞാൻ ഒളിച്ചിരുന്നിടത്ത് എന്തിനാ വന്ന് കയറിയത്? എന്നെ രക്ഷിക്കാൻ ദൈവം അയച്ചതാ. രക്ഷിക്കാനോ? ഞാനോ? എന്റെ കൂടെ വന്നാൽ നിനക്ക് ദുഃഖം മാത്രമേ കിട്ടൂ. ഞാൻ കാണാത്ത ദുഃഖമോ? ഈ നനഞ്ഞത് കൊടുത്തോണ്ട് ഇങ്ങനെ നിന്നാ തണുത്ത് വിറങ്ങലിച്ച് ചത്തുപോകും. ഇതിട്ടുള്ളൂ. മടിക്കണ്ട, മറ്റൊരു മാർഗവും ഇല്ല. നീ നമ്മളെ പ്രഭാകരനെ കണ്ടോ? ഏത് പ്രഭാകരൻ? കോൺസ്റ്റബിൾ പ്രഭാകരനോട്. സാറേ, നാരായണ സാറേ, നമ്മളെ ബലല്ലേ? ആ, ഇമ്മാതിരി ഭാർഗവീ നിലയത്തിലൊക്കെ വന്ന് വിളിച്ചാ പിന്നെ മനുഷ്യൻ കാണുമോ? ഓന്റെ കൂടെ എന്താണത്? അതൊരു പെണ്ണല്ലേ? ഓന്റെ കുപ്പായിട്ടോ? ആരെന്ത് ചോദിച്ചാലും ഒന്നും പറയണ്ട, ഊമയാണെന്ന് കരുതിക്കോളൂ. വാ. ഓളും വരിക കൂടെ. അല്ല, ഈ അതിന്റെ ഉള്ളിൽ എന്താ കഴിഞ്ഞിടോ? എല്ലാം വിശദമായി പറയാം. ഇവളെ കൂടെ നമ്മളവിടെ കൊണ്ടുപോകണം. എങ്ങോട്ട്? എന്റെ വീട്ടിൽ. ഏ, ദേവി, ഇത് ഇവളെ കൂടെ ജീപ്പിൽ കയറ്റാൻ സാറ് സമ്മതിക്കണം. ആ, കേറ് കേറ് കേറ്. വാ, കയറിക്കോ. കയറിക്കോന്നോ? വല്ല അന്വേഷണവും കാര്യമുണ്ടെങ്കിൽ 3 ആളെ പണി ഒരുമിച്ച് പോയി കിട്ടും. പോട്ടടാ പണി, ഈ പിന്നെ കേറ്. പോട്ടെ. പ്രഭാകര, നിന്റെ അമ്മ ഇതൊന്നും തീരെ പ്രതീക്ഷ ഉണ്ടാവില്ല.
അവരുടെ സ്വഭാവം നിനക്കറിയാലോ. നീ ഒന്നും കൂടി ആലോചിക്കും. ഇവളെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകണോ? സാരമില്ല, എന്റെ വീടല്ലേ. ഞമ്മക്ക് ഇവളെ തൽക്കാലം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാ. അത് വേണ്ട. ഒരു കോടീശ്വരനെ ഭയന്ന ഇവൾ ഓടി വന്നിരിക്കുന്നത്. രണ്ടാനച്ഛൻ ആ പണക്കാരന്റെ പിമ്പും. നമ്മുടെ ചെറിയ പോലീസ് സ്റ്റേഷന് കോടീശ്വരനെ തോൽപ്പിക്കാൻ പറ്റുമോ? നീ പറയുന്നതിൽ കാര്യമുണ്ട്. ചിലപ്പോ വാദി പ്രതിയായിരിക്കും. ഇന്ദു ഇറങ്ങ്, പേടിക്കണ്ട, നിന്നെ ആരും ഒന്നും ചെയ്യില്ല. അവിടുത്തെ റിയാക്ഷൻ എന്താണെന്ന് അറിഞ്ഞിട്ട് പോവല്ലേ നല്ലേ. ഏതായാലും നമുക്ക് ഇവിടെ നിൽക്കണ്ട, കുറച്ചങ്ങോട്ട് മാറി നിൽക്കാം. ഇല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടും. എടി സൗദാമിനി, ഒന്നും കൂടി വേഗം വന്നേ. അമ്മേ, ഒന്ന് വന്നേ. ലീലേ, ഈ കുട്ടിക്ക് ഉടുക്കാനൊരു സാരി കൊടു. എന്റെ അനിയത്തിയാ, അകത്തോട്ട് കേൾക്കൊള്ളു. ഇവിടെ ഇതെന്ത് വേഷം? ഇത് ഇവന്റെ പോലീസ് സൂപ്പായല്ലേ? ഏതാടാ ഈ പെണ്ണ്? ഒരു പാവപ്പെട്ട പെണ്ണാണ്. ഒരാപത്തിന്ന് ഞാൻ അവളെ രക്ഷിച്ചോണ്ട് വരുവാ. അമ്മ ഇപ്പൊ ഇത്ര അറിഞ്ഞാ മതി. കണ്ടമാനം നടക്കുന്ന എന്റെ കുടുംബത്തെ കയറ്റാൻ പറ്റില്ല. അന്ന് ആശുപത്രി വെച്ച് ഒരുത്തിയായിട്ട് കണക്ക് പറയുന്ന കണ്ടപ്പോഴേ എന്റെ ചങ്കടിച്ചതാ. ഇപ്പൊ പുതിയ ഒരുത്തിയും കൊണ്ട് വന്നിരിക്കുന്നു. ഇറങ്ങടാ എന്റെ പടിക്ക് പുറത്ത്, അറിയ പോടി. എന്നാലും നീ ഞങ്ങളോട് ഇത് ചെയ്തിലൂടെ പ്രഭാര. എന്റെ കൊച്ചിനെ തന്ന് പറഞ്ഞ് നേരായല്ലോ. നിന്റെ പെങ്ങന്മാരിനി എങ്ങനെ ആണുങ്ങളുടെ മൂത്ത് നോക്കും? ചേച്ചി ചേച്ചിയുടെ കാര്യം മാത്രം പറഞ്ഞാ മതി. ഒന്ന് നീങ്ങിന്നെ. കരയാതെ കൊച്ചേ, ഞാനാ ഇവന്റെ അച്ഛൻ. ഞാൻ നിന്നൊന്നും പറഞ്ഞില്ലല്ലോ. നിന്റെ കയ്യിൽ രൂപയുണ്ടോ മോളെ? 5 രൂപ പോലില്ലേ? പിന്നെ എന്ത് ഭാവിച്ചാ നീ എന്റെ ചെക്കന് പിന്നാലെ ഇറക്കി തിരിച്ചത്? കാരണം പോടി വന്ന്. ലീലേ, ഞാൻ എവിടെയെങ്കിലും പോയിക്കൊള്ളാം. എന്തുവാ? അവനെ വീട്ടിൽ കയറ്റില്ല എന്നുള്ളത് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ കാത്തിരുന്നത്. ഇന്നലെ രാത്രി കണ്ട് പരിചയപ്പെട്ടാണോ ഓൻ പറഞ്ഞത്. ഇന്നാലും ഒറ്റ രാത്രി കൊണ്ട് അമ്മയും പങ്ങളെയും മറന്നു പോകാനുള്ള ബന്ധം എന്താണെന്നാ മനസ്സിലാവാത്തത്. എന്നിട്ടിപ്പോ അവരെവിടെയുണ്ട്? അവന്റെ ഒരു ചങ്ങാതിന്റെ വീട്ടിലാ, ഇവിടെ നളിനന്റെ. നിങ്ങൾ പോയി അവൾ ഏതാണെന്നും പ്രഭാകരന്റെ കൂടെ വന്നത് എന്തിനാണെന്നും അന്വേഷിക്കണം. യെസ് സർ. യെസ് സാർ. സാർ നടന്നോളൂ. ഇരിക്കൂ, കാപ്പി കുടിക്കേ. സ്വന്തവും ബന്ധമൊന്നും ഇല്ലാത്തൊരു പെണ്ണിനെ എത്ര നാളിങ്ങനെ കൂടെ താമസിപ്പിക്കും? ഡിപ്പാർട്ട്മെന്റിൽ ആദ്യം പരാതി കൊടുത്താലോ? അവള് പ്രായപൂർത്തിയായ പെണ്ണല്ലേ, അവളുടെ ഇഷ്ടമെന്ന് പറയും. പോരെങ്കിൽ ഇന്ത് താമസിക്കുന്ന ഇപ്പൊ എന്റെ വീട്ടിലാ. ഇവിടെ എന്റെ ഭാര്യയുണ്ട്. ആർക്കും ഒന്നും ചെയ്യാൻ ഒക്കൂല. അല്ല, ഒരു സത്യം കൂടി ഞങ്ങൾ അറിഞ്ഞോട്ടെ. ഒരു ഒറ്റ രാത്രി കൊണ്ട് എനിക്ക് പെണ്ണിന് അത്ര ഇഷ്ടപ്പെട്ടു പോയോ? അല്ല, അതിന് സാമർത്ഥ്യമുള്ള പെൺപിള്ളാരും ഉണ്ടേ. നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ അവള് കല്യാണം കഴിച്ചോ. പിന്നെ ആരും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പ്രതീക്ഷിക്കാതാണല്ലോ പലതും നടക്കുന്നത്. ഒരു പ്രത്യേക ചുറ്റുപാടിൽ പ്രഭാകരൻ ആ പെണ്ണിന് അഭയം നൽകേണ്ടി വന്നു. അതുകൊണ്ട് അവർ തമ്മിൽ പ്രേമായിരിക്കണം നിർബന്ധമില്ല. ആയിക്കൂടൊന്നുമില്ല. One night may make wonders.